എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്. നിങ്ങളെന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഒരു പീഡന പരാതി വന്നിരിക്കുകയാണ് ഉപ്പും മുളകിലും 2 നടന്മാർക്കെതിരെ. എതുക്കടാ ഇങ്ങ വന്ന ഏണ്ടാ എന്നെ ടെൻഷൻ പண்ற എങ്ക பார்த்தாலும் നീ. ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അതിലാണ് ബിജു സോമാനം അതോടൊപ്പം തന്നെ SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ രാക്ഷസ ചില്ല് പൊട്ടിച്ചിട്ട് അത് നമ്മുടെ തലയിലാക്കിയിരിക്കുക. ഉപ്പും മുളകിലും 2 നടന്മാർക്കെതിരെ. പക്ഷെ നടിയുടെ പേരില്ല. ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒട്ടനവധി സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആരായിരിക്കും ആ ഒരു നടി എന്ന് ഗസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് പുള്ളി സ്ത്രീകളോട് ചില ആണുങ്ങൾ കാണിക്കുന്ന ചില വൃത്തിയിട്ട ആറ്റിറ്റ്യൂഡുകൾ എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. തുടങ്ങിയപ്പോ ഞാൻ ശ്രീകണ്ഠ സാറിനെ വൈഫിൽ വിളിച്ചു പറഞ്ഞു, ശ്രീകണ്ഠ സാറിനെ വിളിച്ചു പറഞ്ഞു, ശ്രീകണ്ഠ സാർ വന്നു വാൺ ചെയ്തു. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? അതിനുശേഷം തന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ മാനസികമായിട്ട് അതുപോലൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. സത്യമാണോ അംസേ? എനിക്കറിയില്ല. ഇതൊരിക്കലും ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു പരാതിയിൽ പെട്ട 2 പേരെ കുറിച്ചല്ല പറയുന്നത്. അളിയൻ ദേഷ്യപ്പെടരുത്, ഇതാ കളവിയല്ല. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഇത് എഴുതിയ ആ അപരാധിമാരെ കുറിച്ചാണ് പണ്ട്. പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. അങ്ങനെ കമന്റ് സെക്ഷനിൽ പല നടിമാരുടെയും പേര് വന്നു. പല ചാനലുകളും ഇന്ന നടി ആയിരിക്കും എന്ന് പറഞ്ഞ് വീഡിയോ വന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേര് ഗൗരി എന്ന് പറയുന്ന ആക്ടറിന്റെ ആണ്. ഹായ്, ഞാൻ ഗൗരി. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചില പതിവ് പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല. ഒന്നും എനിക്ക് കമ്പനിയില്ല. എന്നെ ഇതിന്റെ ഇടയിൽ കൂടെ നിർത്തിയേക്കുന്നു. ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്. സോറി, ആള് മാറിപ്പോയി. അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഈ പേരും പറഞ്ഞ് ആരും ഈ വഴിക്ക് വരണമെന്നില്ല. അപ്പോൾ ഈ ഒരു സീരിയലുമായി ബന്ധപ്പെട്ട് 2ാമത്തെ പീഡന പരാതിയാണത്. ആര് കൊടുത്തേ, ആരാ ഇതിന്റെ പിന്നിൽ നിന്നൊക്കെ ഉള്ളത് വഴിയേ അറിയാം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.